ഹായ് കൂട്ടുകാരെ, ഗ്ലോറീസ് ജോഫറിലേക്ക് സ്വാഗതം. ഞാൻ ഗ്ലോറി. ഇന്ന് ഞാൻ മാങ്ങ അച്ചാറാവുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇതാ ഞാനിവിടെ 3 മാങ്ങ കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടില്ല, തൊലി ഉൾപ്പെടെയാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു 4 മണിക്കൂർ വയ്ക്കാം. 4 മണിക്കൂറോ നമ്മളിപ്പോൾ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുമാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കും, കാരണം അച്ചാറിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി അരപ്പിട്ട് കൊടുക്കാം. ഈ സ്ലോ ആക്കിയതിന് ശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും കൂടുതൽ 3 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇതിനെ എല്ലാത്തിനും കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. കാശ്മീരി മുളക് പൊടി ഞാൻ കൂടുതലിട്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ചെറിയ ചാറിന് കൊഴുപ്പ് വേണ്ടിയിട്ടാണ്. ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കായം പൊടി ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ പൊടി മുന്നോട്ട് നിൽക്കുന്നത് അച്ചാറിന് നല്ലതാണ്. ഒന്ന് മിക്സ് ചെയ്യാം. തീ ഇപ്പോഴും ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ലോ ആയിട്ട് വെക്കണം. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ ഇന്നലെ ഓവർനൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചട്ടി ചൂടാകാൻ പാടില്ല, തീ ഓഫ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിച്ചിട്ടുണ്ട്. നമുക്ക് ആറി കഴിയുമ്പോൾ നല്ല ഒരു ചില്ലു കുപ്പിയിലേക്ക് മാറ്റാം. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആവശ്യത്തിനുള്ള പുളിഞ്ഞി പിന്നെ അഥവാ ചാറ് വേണ്ടവർക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ച ആറ്റിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ പച്ചവെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഞങ്ങൾക്ക് ഇവിടെ ചാറിൻ്റെ വലിയ ആവശ്യമില്ല. ഞാൻ സാധാരണ ഇങ്ങനെ എടുക്കാറ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.